നമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളായ സംഘികളോടാണ്. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മുസ്ലിങ്ങൾ സർക്കാർ സബ്സിഡി ഉപയോഗിച്ച് ഹജ്ജിന് പോകുന്നതിനെ എതിർത്തിരുന്ന ഒരാളാണ് ഞാൻ. അതിന് പ്രേരണയായതാകട്ടെ മുമ്പ് ജനതാ പാർട്ടിയിൽ നിന്നും പാർലമെന്റ് അംഗമായിരുന്ന സയ്യദ് ഷഹാബുദ്ദീൻ്റെ ഒരു ലേഖനം ഏതോ ഒരു പത്രത്തിൽ വായിച്ചതാണ്. അക്കാലത്ത് ബാബറി മസ്ജിദ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്നു. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് ഹജ്ജിന് പോകുന്നത് ഹജ്ജ് സംബന്ധിച്ച വിശ്വാസങ്ങളുമായി ചേർന്നു പോകുന്നതല്ലെന്നായിരുന്നു സയ്യദ് ഷഹാബുദ്ദീൻ്റെ ആ ലേഖനത്തിൻ്റെ സാരാംശം. സ്വന്തം വരുമാനം ഉപയോഗിച്ച് വേണം ഒരു വിശ്വാസി ഹജ്ജിന് പോകാൻ. സാമ്പത്തിക നില അത്ര ഭദ്രമല്ലാത്തവർ ഹജ്ജിന് പോകണമെന്ന് വിശ്വാസപരമായ നിർബന്ധവുമില്ല. ഈ ഹജ്ജ് സബ്സിഡി യഥാർത്ഥത്തിൽ സർക്കാർ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ വർഷം പലത് കഴിഞ്ഞു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഹജ്ജ് സബ്സിഡി കൊടുത്തത് 2016-ലാണ്. അതിനുശേഷം എല്ലാ ഹജ്ജ് തീർത്ഥാടകരും അവരവരുടെ മാത്രം ചെലവിലാണ് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ മാത്രമാണ് സബ്സിഡി നൽകുന്നതെന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. ഹജ്ജും ഒരു തീർത്ഥാടനമാണല്ലോ. കൈലാസ് മാനസ സരോവർ, അതുപോലെ ഗുരുദർശൻ, സിന്ധുദർശൻ തുടങ്ങിയ ഹൈന്ദവ തീർത്ഥാടനങ്ങൾക്കും ചില ബുദ്ധമത തീർത്ഥാടനങ്ങൾക്കും ഒക്കെ തീർത്ഥാടന സബ്സിഡി ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് മാത്രമായിരുന്നു ഈ ഹജ്ജ് സബ്സിഡി. അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രം പക്ഷപാതപരമായി നൽകിയ ഒരു ആനുകൂല്യം അല്ലായിരുന്നു അത്. ഇനി അഥവാ അങ്ങനെ വല്ല ആനുകൂല്യങ്ങളും ഏതെങ്കിലും വിശ്വാസി സമൂഹത്തിന് നൽകുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം എന്താണ്? ഇന്ത്യയിലെ മിക്കവാറും ആളുകൾ ഏതെങ്കിലും മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ മതവിശ്വാസികളാണെങ്കിലും അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ്, അവർ മനുഷ്യരാണ്, അവർക്ക് മതസ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസികളുടെ വിശ്വാസപരമായ സഞ്ചാരങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ യഥാർത്ഥത്തിൽ ബാധ്യതയുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ശബരിമലയിലേക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. അതിലൊന്നും തെറ്റ് പറയാൻ പാടില്ല. അവരൊക്കെ മനുഷ്യരാണ്. അതിപ്പോൾ ഹജ്ജിനായിരുന്നാലും മാനസ സരോവരത്തിലേക്ക് പോകാനായിരുന്നാലും ശബരിമല ദർശനത്തിനായാലും എന്തിനായിരുന്നാലും അതിന് പോകുന്ന ആളുകൾക്ക് ചില സൗകര്യങ്ങളൊക്കെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ സബ്സിഡി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നത് നല്ല രീതിയല്ല. അതാണെന്ന് സയ്യദ് ഷഹാബുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പിന്നീട് സയ്യദ് ഷഹാബുദ്ദീൻ്റെയൊക്കെ ലേഖനം ഒക്കെ വന്നത് എത്രയോ വർഷം മുമ്പാണ്. പക്ഷേ അതിനുശേഷം 2016 വരെ ഇത് തുടർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത് 2016 അത് നിർത്തലാക്കി. ഹജ്ജ് സബ്സിഡി ഇല്ല, അത് നിർത്തലാക്കി. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നുണപ്രചരണം നടത്തുന്നത് ശരിയല്ല. ഇതുപോലൊരു നുണയാണ് യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ പണം മറ്റുള്ള സർക്കാർ ഖജനാവിലേക്ക് പോകുന്നുവെന്നും അത് മറ്റു മതസ്ഥർ കൂടി അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നുമൊക്കെയുള്ള പ്രചരണം. യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ടി വി ചാനലുകളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ പണം സർക്കാർ ഖജനാവിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരാകട്ടെ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾക്കടക്കം വേണ്ടിയൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അസത്യങ്ങൾ അത് അസത്യമാണെന്ന് തെളിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങനെ ആ അസത്യ പ്രചരണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു നല്ല രീതിയല്ല. ഇത് മതങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും അറിയാതെ ഏതെങ്കിലും ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു നുണ പ്രചരിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ നിലനിന്നാൽ ആ ധാരണ തിരുത്തപ്പെടുമ്പോൾ ആരിലൊക്കെയാണോ ആ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നത് ആ ധാരണകൾ തിരുത്തി സത്യത്തിലേക്ക് വരാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അതിൽ സംഖ്യയെന്നോ കൊങ്കിയെന്നോ കമ്മിയെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ല. സത്യം തിരിച്ചറിഞ്ഞാൽ എല്ലാവരും ആ സത്യത്തെ അംഗീകരിച്ച് അത് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്.